നമ്മുടെ 90s ഓർമ്മയൊക്കെ വിന്റേജ് ഓർമ്മയൊക്കെ വരുന്നില്ലേ? ഇപ്പം കണ്ടക്ടർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഒരു പുതിയ ഇതാണെന്നുള്ളത്. കംഫർട്ടബിൾ തോന്നുന്നു, ഒരു പുതുമ തോന്നുന്നു. പുതുമ തോന്നുന്നു. 10 പൈസ യാത്ര. 10 പൈസക്ക് യാത്ര അന്നത്തെ ബസ് യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല സുഖമാണ്. 10 പൈസക്ക് എവിടം വരെ എവിടം തൊട്ട്? നേമം മുതൽ തിരുവനന്തപുരം വരെ ഹാഫ് ടിക്കറ്റ്. 10 പൈസക്ക്. 10 പൈസ. അന്ന് ഇതുപോലെ എവിടെയായിരുന്നു ഈ ബസ് സ്റ്റോപ്പ് ഒക്കെ, അതായത് ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത്? ഇല്ല, അന്ന് പാപ്പനകോടും മാത്രമേ ഉള്ളൂ. പാപ്പനം. അപ്പൊ ഈ പഴയകാല ബസ്സിനെ കുറിച്ച് നമുക്ക് ഡ്രൈവറോട് ചോദിക്കാം, എങ്ങനെയുണ്ട് അനുഭവം? എങ്ങനെയുണ്ട് പഴയകാലമൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? പിന്നെ വളരെ നല്ല സന്തോഷമാണ്. എല്ലാവരും കാണുമ്പോൾ തന്നെ വളരെ സന്തോഷത്തോടുകൂടി. ഒരു പ്രത്യേകതയുണ്ടല്ലോ, പഴയ വണ്ടിയല്ലേ. പഴയ വണ്ടിയൊക്കെ കുട്ടിക്കാലത്തും അതിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും വളരെ ഒരു കൗതുകത്തോടു കൂടി എല്ലാവരും യാത്ര ചെയ്യുന്നുണ്ട്. ചുമ്മാ എങ്ങ് പോണ്ടെങ്കിൽ പോലും ഇതിൽ കയറി സഞ്ചരിക്കാൻ വേണ്ടി അടുത്ത സ്റ്റോപ്പ് വരെ ഇറങ്ങാനായിട്ട് പാസഞ്ചേഴ്സ് കയറുന്നുണ്ട്. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോഴും നല്ല സുഖമുണ്ട്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നമ്മൾ ഇപ്പോഴത്തെ ബസ്സും ഈ ബസ്സും തമ്മിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ? ബസ് ആക്ച്വലി ഇത് ഒരു 10-12 വർഷം പഴക്കമുള്ള ബസ്സാണ്. എഞ്ചിൻ അതിനെ ഇങ്ങനെ മോഡിഫൈ ചെയ്താണ്. ബോഡി മാത്രം പഴയ മോഡലിലാക്കി. ബോഡിയും പുതിയതാണ്. ഇത് പഴയ മോഡലില് മാനുഫാക്ചറിങ് ചെയ്തു, അത്രേ ഉള്ളൂ. ബസ് ഇപ്പൊ സാധാരണ ഓടുന്ന ബസ് തന്നെയാണ്. ലൈലൻഡിന്റെ, അശോക് ലൈലൻഡിന്റെ ഒരു 10-12 വർഷം പഴക്കമുള്ള ബസ്സാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്, പ്രത്യേകിച്ച് പണ്ടത്തെ ലിവർ കണ്ടോ അല്ലേ? അതെ അതെ, ഒരു വിന്റേജ് മോഡലിൽ ചെയ്തിരിക്കുകയാണ്. ഒരു നൊസ്റ്റാൾജിയ വയസ്സായിട്ടുള്ളവർക്കൊക്കെ കാണുമ്പോൾ തോന്നും. ഈ ഡാഷ്ബോർഡ് അത് പഴയ കമാന ആകൃതിയിലാണ് അല്ലേ? അത് മാത്രമല്ല പണ്ടത്തെ പോലെ രണ്ട് സിംഗിൾ ഗ്ലാസ് ഉണ്ട്, ഉയർത്താൻ പറ്റും അല്ലേ? അത് ഉയർത്താൻ പറ്റും. അവിടെ സ്ക്രൂ വെച്ച് ഉയർത്താൻ പറ്റുന്നതാണ്.